അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ് കേട്ടോ എല്ലാവരും കാണുവാനായിട്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ തേങ്ങ ഒന്നും അരക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ് കേട്ടോ എല്ലാവരും കാണുവാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ചൂരമീനാണ്. നല്ല ഫ്രഷ് മീനായിട്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വെട്ടി കഴുകി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സവാള ഇതേപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി വേണമെങ്കിൽ ഉള്ളി എടുക്കാം, സവാള വേണമെങ്കിൽ സവാള എടുക്കാം. ഞാനിപ്പോൾ സവാളയാണല്ലോ എടുത്തത്. അപ്പോൾ ഉള്ളിയാകുമ്പോൾ ടേസ്റ്റ് കൂടും. എനിക്ക് പെട്ടെന്ന് എളുപ്പമായതുകൊണ്ടിട്ടാണ് ഞാൻ സവാള എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഒരുപാട് ഒന്നും കളറൊന്നും മാറി വരണ്ട കേട്ടോ. സവാളയൊന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ് കേട്ടോ. ഞാനിവിടെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കറിയാണ്. തേങ്ങ അരച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അധികം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ വേറെ രീതിയിൽ ചെയ്തെടുക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നന്നായിട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീയൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വഴറ്റി കൊടുക്കാൻ. ഒരുപാട് തീയൊന്നും വേണ്ട, കാരണം സവാളയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഇതേപോലെ ഇഞ്ചിയും കൂടെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പാകത്തിനായിട്ടുള്ള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു ഭംഗിക്കാണ് കേട്ടോ തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തത്. അപ്പോൾ സവാളയും തക്കാളിയും നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തെന്ന് തോന്നണം, എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാനത് വീഡിയോയിൽ എടുത്തിട്ടില്ലെന്ന് തോന്നണം. അപ്പോൾ നിങ്ങൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 2.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ഇതും വഴറ്റി കഴിഞ്ഞാൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടി ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും മൂത്ത് കിട്ടാനായിട്ടുള്ള പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് മൂത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചപ്പ് മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഒരുപാട് തീ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മസാലകളൊക്കെ അടുക്കി പിടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ മസാലകളൊക്കെ മൂപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ പുളി. പിന്നെ പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ തീ ഫുള്ളിലാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പുക വരുന്നത് കേട്ടോ. അപ്പം ഞാനൊന്ന് തീ ഫുള്ളിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തിള വന്നവരെയും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കണം കേട്ടോ. എന്നിട്ട് പുളിയും ഉപ്പും കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി ഒന്ന് ആ മീനിൽ മുങ്ങിയിട്ടിരിക്കണം. അപ്പം ഞാനിവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കണതാണ് കേട്ടോ. ഇപ്പോൾ ഗ്രേവി കുറവാണല്ലോ, അപ്പം നമ്മൾ എന്തായാലും ലാസ്റ്റ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുമല്ലോ. അപ്പം അതുകൊണ്ടിട്ട് നമുക്ക് ഇത്രയും ഒരു ഗ്രേവി മതി കേട്ടോ. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. മീൻ ഒരുപാട് വേവിച്ച് കളയണ്ട, ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ കറിയൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാകത്തിന് ഒഴിച്ച് കൊടുക്കാം, ഒരുപാട് കൂടെ ഒന്നും വേണ്ട, നമ്മൾ പാകത്തിന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കറി നല്ലതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഉപ്പിൻ്റെ പോരായ്ക ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരുപാട് തിളപ്പിച്ച് ആ കറിയുടെ രുചി തന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ ഒരുപാട് തിളപ്പിക്കേണ്ട. ഇപ്പോൾ മേളിൽ ഇപ്പം ഈ ചുമന്ന് കാണുന്ന എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇനി വേറെ നമുക്ക് താളിപ്പൊന്നും വേണ്ട. നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ നമ്മൾ ഉലുവയും കടുവും കൂടെ താളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതേപോലെ ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.